സിംഹത്തിന്റെ അറ്റാക്കിൽ ശരീരം മൊത്തത്തിൽ ആഴത്തിലുള്ള മുറിവുകളുമായി ഇഷർവുഡിനെ എല്ലാവരും ചേർന്ന് ബെഡിലേക്ക് കിടത്തി ധൃതിയിൽ ജീവൻ നിലനിർത്താൻ തത്രപ്പെടുന്നതിലാണ് എർത്ത ബേഡ്സിന്റെ എപ്പിസോഡ് 4 ആരംഭിക്കുന്നത്. സിംഹത്തിന്റെ ആക്രമണത്തിൽ ആകെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. പതിയെ ശ്വാസം നിലച്ചു തുടങ്ങുന്നതും എമ്മയും മക്കളുമൊക്കെയും ആകെ കരച്ചിലിൽ. വീട്ടിൽ കരുതിയിട്ടുള്ള ഓക്സിജൻ എക്യുപ്മെന്റ് എടുത്ത് കുറച്ചുനേരം വയലേക്ക് വെച്ചു കൊടുക്കുന്ന പാടെ ഒടുവിൽ ശ്വാസം വീണ്ടെടുക്കുന്നതോടെ കുറച്ച് പ്രതീക്ഷയിൽ മോളിയുടെ നേതൃത്വത്തിൽ ചോര വാർന്നു പോകുന്നത് പിടിച്ചു നിർത്തിയും വെച്ചുകെട്ടിയുമൊക്കെ കഠിന ശ്രമം നടക്കുന്നു. മോളി ഒരു മെഡിക്കൽ എക്സ്പേർട്ടാണല്ലോ. അങ്ങനെ കുറച്ച് സമയമെടുത്ത് ഗുരുതര പരിക്കുകളൊക്കെയും വെച്ച് കെട്ടിയിരിക്കുന്നു. ചെറിയൊരു ആശ്വാസത്തിൽ എമ്മ മോളിയോട് നന്ദി പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ എന്നാൽ മോളിയും ആകെ കയ്യിന്ന് പോയി ഇരിക്കുവാണ്. അവളും സോറി ഇഷെന്ന് പറഞ്ഞ് കരയുന്നു. പുറത്തേക്ക് പോയ എമ്മ നേരെ തോക്കെടുത്ത് ആക്രമണം നടന്ന ആ സ്ഥലത്തേക്കെത്തി സിംഹത്തെ വകവരുത്താനുള്ള ദൃഢനിശ്ചയത്തിലാണ്. ഉള്ളിൽ ഭയമുണ്ട് താനും. എന്നാലും കുട്ടികളുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഭയന്ന് നിന്നിട്ട് കാര്യമില്ല. ഒടുവിൽ കുറ്റിക്കാട്ടിനുള്ളിൽ പതിയിരുന്ന് നോക്കുന്നതായി അതിനെ കണ്ടതോടെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇഷിന് പതിയെ സംസാരിക്കാനൊക്കെ കഴിയുന്നുണ്ട്. മോളി അയാളുടെ ഒരു കൺഫെഷൻ നടത്തുവാണ്. കാരണം അവർ മെഡിക്കൽ സ്കൂളിൽ പരാജയപ്പെട്ടവളാണ്. ഡോക്ടർ എന്ന് പറഞ്ഞതൊരു പൊള്ളയാണ്. ഇഷിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തനിക്ക് ഉറപ്പില്ലായിരുന്നു എന്ന് പറയുന്നതും ഇപ്പോൾ മനസ്സിലായി. മുൻപ് ഇഷിനോട് സോറി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. എന്നാൽ ഇഷാകട്ടെ എന്തൊക്കെയായിരുന്നാലും നീ ചെയ്യുന്നത് ശരിയായ കാര്യമെന്ന് പറഞ്ഞ് മോളിക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഇഷ് അധികം വൈകാതെ തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ 3 വർഷം മുന്നോട്ട് പോകുന്നു. നീണ്ട 17 വർഷങ്ങൾ. കുട്ടികളെല്ലാം വളർന്നിരിക്കുന്നു. അലക്സും ഹെദറും ജോയിയും അങ്ങനെയെല്ലാം. അച്ഛന് ഇളയ മകനോടുള്ള പ്രത്യേക അടുപ്പമുള്ളതിൽ ചെറിയ അസൂയ നമ്മുടെ അലക്സിനുണ്ട്. ഹെദർ ആകട്ടെ ഈ സമൂഹത്തിനപ്പുറത്തേക്ക് പോകാനും ലോക പര്യവേക്ഷണം നടത്താനും തീരുമാനിക്കുന്നു. ഇതിനെക്കുറിച്ച് ഇഷിനോട് സംസാരിക്കാൻ അവൾ പ്രധാനമായും എമ്മയെ ഏൽപ്പിച്ച് അതേ തുടർന്ന് അവർ അത് കൈകാര്യം ചെയ്യുന്നു. അവൾ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ പോകാനുള്ള ത്വര ഉണ്ടാക്കിയതിന് അച്ഛൻ തന്നെയാണ് കാരണക്കാരനെന്നാണ് അവൾ പറയുന്നത്. ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും സമുദ്രസഞ്ചാരികളായ വൈക്കിങ്സിനെ കുറിച്ചും മറ്റുമൊക്കെ അറിവ് നൽകി മനസ്സിൽ സഞ്ചാരത്തിനുള്ള വിത്ത് മുളപ്പിച്ചത് ഇഷാണെന്ന് ഹെദർ പറഞ്ഞതായും അവളെ വിട്ടയക്കുകയും പുറം ലോകത്തിൽ നിന്നും പലതും പഠിക്കുകയും ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന് എമ്മ കരുതുന്നു. എന്നാൽ അന്ന് നശിച്ച വൈക്കിങ്സിനെ കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞു കൊടുത്തവളിപ്പോൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഇഷിന് ആശങ്കയുണ്ട്. എന്തായാലും ഒടുവിൽ ആ യാത്ര ആരംഭിക്കുക തന്നെയായി. ഹെദറിന്റെ കൂട്ടായി എപ്പോഴുമുള്ള ജീനിന്റെ മകൻ റൈഫുമൊത്ത് വണ്ടിയിൽ മഞ്ഞുകാലം വരുന്നവരെയുള്ള കരുതലുകളുമായി യാത്ര തുടങ്ങുന്നു. മഞ്ഞുകാലത്തിന് മുൻപേ തിരികെ എത്താമെന്നാണ് ഇരുവരും ഉറപ്പ് നൽകിയിട്ടുള്ളത്. അങ്ങനെയിരിക്കെ അതിജീവിതർ പുതിയൊരു മാരക പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. വരൾച്ച. വെള്ളത്തിന്റെ ലഭ്യത വീട്ടിൽ നഷ്ടമാവുന്നതോടെ ഇഷ് കൂട്ടരുമൊത്ത് ഹൂവർ ഡാമിലേക്ക് പോകുന്നു. പക്ഷെ അവർ പൈപ്പുകൾ പരിശോധിക്കുമ്പോൾ ലൈൻ പൈപ്പ് തുരുമ്പെടുക്കുന്നതും അതിപ്പോൾ തന്നെ വലിയൊരു ദ്വാരമായിട്ടുള്ളതും ഡാമിലെ വെള്ളമെല്ലാം വറ്റി ഇനി കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നും അവർ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ പോയാൽ അവർക്ക് ഏകദേശം 1-2 ആഴ്ച മാത്രം പിടിച്ചു നിൽക്കാമെന്ന് ഇഷ് അനുമാനിക്കുമ്പോൾ അവിടേക്കൊരു ബസ് വരുന്നത് കേട്ടപാടെ അവർ പതിയെ കാറിനടുത്തേക്ക് തിരിച്ചെത്തി വെപ്രാളത്തിൽ തിരികെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുന്നു. കാരണം അവർ മറ്റു ജീവനുകളെ കണ്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു. പെട്ടെന്നൊരു പുതിയ മനുഷ്യനെ കാണുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളൊരു പേടി ഇഷിനുണ്ട്. അങ്ങനെ വീട്ടിലെത്തി എല്ലാവർക്കും ഔട്ട്സൈഡേഴ്സ് ഇൻകമ്മിങ് അലേർട്ട് കൊടുക്കുമ്പോൾ ജോർജി അവർ വണ്ടി ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ വീൽപാട് നോക്കി ഇവിടെ എത്താൻ സാധ്യതയേറെ എന്ന് പറയുന്നതും ആ സംഘത്തിന്റെ ബസ് അവിടേക്ക് എത്തുകയായി. കയർ വെച്ച് കെട്ടിയിട്ടുള്ള കൂറ്റൻ ഗേറ്റിനിപ്പുറത്ത് തോക്കും പിടിച്ച് ഇഷർവുഡും പിറകെ വെറും കൈയോടെ മറ്റുള്ളവർ നിൽക്കുമ്പോൾ ബസ്സിൽ നിന്നൊരുവൻ ഇറങ്ങി വന്ന് സമാധാനത്തിന്റെ ശബ്ദങ്ങൾ ഉയർത്തി അടയാളമായി അവരുടെ പക്കലുള്ള ഒരു കുപ്പി വെള്ളവും കൊടുക്കുന്നു. അങ്ങനെ അത് മേടിച്ച് കുടിച്ച് ഇഷും അവരുടെ സമാധാന കൂടി പ്രകടമാക്കി. അങ്ങനെ എമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും അവരെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറ്റി പരസ്പരം പരിചയപ്പെടുകയാണ്. ചാർലി, അയാളാണ് ആ സംഘത്തിന്റെ നേതാവ്. മറ്റൊരു ഗുഡ് ന്യൂസ് എന്തെന്നാൽ ഇവർ കിണർ കുഴിക്കാൻ പഠിച്ചിട്ടുള്ളവരാണ്. പോരാത്തതിന് അതിൻ്റെ പൈലിങ്ങിനുള്ളതും മറ്റുമായ സംവിധാനങ്ങളുമുണ്ട്. അങ്ങനെ ഇരുകൂട്ടരും ഒരു ഡീലിലെത്തുകയാണ്. ഇഷിന് വെള്ളം, അതിനു പകരമായി ചാർലിക്ക് വെള്ളം കണ്ടെത്തുന്നവരെ അടിപൊളി ഫുഡും തനിക്കും സംഘത്തിനും താമസിക്കാനൊരു സ്ഥലവും. ബാക്കി പിന്നെ നോക്കാമെന്നങ്ങനെ പറയുമ്പോൾ എന്നാൽ ഇഷിന് അവനിൽ എന്തോ ഒരു അവ്യക്തതയുണ്ട്. അങ്ങനെ ആഹാരവേളയിൽ ചാർലി തൻ്റെ പ്ലാനിനെക്കുറിച്ചും തൻ്റെ ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ചാർലിക്കൊരു പ്രൈസിയുണ്ട്, എന്നാൽ കുട്ടികളെ പോറ്റാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. കിണർ കുഴിക്കാൻ ഏതാണ്ട് 3 ദിവസമെങ്കിലും വേണ്ടിവരും. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു പോയി അടുത്ത ദിവസം കുഴൽ കിണറിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി ഒരു സ്ഥാനം കണ്ടവിടെ പൈലിംഗ് തുടങ്ങുകയായി. ഭക്ഷണത്തെ പിടിക്കാൻ ഒരു കൗതുകത്തിന് ഇഷിനൊപ്പം കൂടുന്ന ചാർലി എന്നാൽ ഒരു മാനിനെ കണ്ടി പതിയെ പിറകെ നിൽക്കാൻ പറയുന്ന ഇഷിനെ വകവയ്ക്കാതെ ഒരൊറ്റ വെടി, അതും ഇഷിൻ്റെ അടുത്തും പിറകിലും നിന്നുകൊണ്ട്. ഇഷിൻ്റെ ഞെട്ടൽ ഭീകരമായിരുന്നെങ്കിലും ഉന്നം പിഴിച്ചിട്ടില്ല. വേട്ട തനിക്കൊരു പുതുമയല്ലെന്നും മാനിനെ മാത്രമല്ല വെടിവെച്ചിട്ടുള്ളതെന്നും ചാർലിയുടെ ഒരു ടോക്കും. ഇഷിൻ്റെ അമ്പരന്നുള്ള നോട്ടം കണ്ട് പശുവിനെയും പന്നിയുമൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞങ്ങനെ മാനിനെ എടുത്ത് അന്നത്തെ വിഭവസമൃദ്ധമായ അത്താഴവും കഴിഞ്ഞ് ഇരുവരുമൊത്തുള്ള സംസാരത്തിൽ ഭൂമിയിൽ സർവൈവ് ചെയ്തവരെക്കുറിച്ചും ചെയ്യാൻ കഴിയാതിരുന്നവരെക്കുറിച്ചുമുള്ള വിഷയങ്ങൾ വരുന്നു. അലഞ്ഞു തിരിഞ്ഞ ഇവിടം വരെ എത്തി. നിങ്ങളൊരിടം തന്നു, ഇനി എന്ത് എന്ന് ചാർലി.
അയാളുടെ മൈൻഡ് എങ്ങനെയെന്നാൽ ശക്തരായവർ ദുർബലരെ നീക്കി മുന്നേറിക്കൊണ്ടേയിരിക്കണം. മാത്രമല്ല ജീവിച്ചിരുന്നവർ സമ്പാദിച്ചതൊക്കെയും നിലവിൽ അതിജീവിക്കുന്നവർക്ക് സ്വന്തം. ഇഷിന് ചാർലിയുടെ ചില സമീപനങ്ങളിലൊക്കെ ചെറിയ സംശയമുള്ളതുപോലെ തന്നെ അസൂയയുമുണ്ട്. കാരണം അയാൾ ആൾക്കാരെ ഒരു പ്രത്യേക രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനോടകം തന്നെ തൻ്റെ മക്കളും അയാളുടെ അടുത്തത് ഇഷർവുഡ് ശ്രദ്ധിച്ചതുമാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അതിൻ്റെ പേരിലൊരു വഴക്ക് നടക്കുകയായി. ഇഷും മൂത്ത മകൻ ആലക്സുമൊത്ത് തൻ്റെ ഒപ്പം ഇന്ന് കുറച്ച് പണികളിൽ ഏർപ്പെടാൻ പറഞ്ഞു തുടങ്ങുന്ന സംസാരം ഒടുവിൽ ഇളയ മകനോടുള്ള അധിക സ്നേഹത്തിൻ്റെ എതിർപ്പിൽ വരെ എത്തി. ആലക്സ് ചാർലിക്ക് അടുത്തേക്ക് കിണർ കുഴിക്കാൻ എന്തെങ്കിലും സഹായത്തിന് പോകുമ്പോൾ എമ്മയും ഇഷിനെ കുറ്റപ്പെടുത്തുന്നു. പുതിയ ഏതൊരാൾ വന്നാലും പണ്ടേ നിങ്ങൾക്കൊരു വിരോധ സ്വഭാവമുണ്ടെന്നും നിലവിലൊപ്പം നിൽക്കുന്നവരും അന്ന് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ രീതിയായിരുന്നു എന്ന് പറയുന്നെങ്കിലും ഇഷിന് ചാർലി ഇനി പോവാതെ ഇവിടെ തന്നെ തങ്ങുമോയെന്ന് സംശയം. മാത്രമല്ല കഴിഞ്ഞ രാത്രി ഈവി ചാർലിയെ വല്ലാത്ത രീതിയിൽ നോക്കുന്നതായി താൻ ശ്രദ്ധിച്ചിരുന്ന നീഷ് പറയുന്നെങ്കിലും അത് അവളുടെ പ്രായത്തിന്റെ ഒരു അടുപ്പം ആണുങ്ങളോട് തോന്നി തുടങ്ങുന്നതാകാമെന്ന് അനുമാനിച്ച് എമ്മ ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുന്നെങ്കിലും ചാർലിക്ക് മേലുള്ള സന്ദേഹങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് പുറത്ത് പണി നടക്കുന്നത് പോയി നിരീക്ഷിക്കുന്നു ഒരു പുച്ഛഭാവത്തോടെ. എന്തായാലും പണി വെറുതെ ആവാതെ തുരന്ന് ഒടുവിൽ അടിയിലെ പാറക്കെട്ടുകളിൽ ചെന്ന് മുട്ടിയതോടെ അടുത്ത ദിവസം വെള്ളം എത്തുമെന്ന സന്തോഷ വാർത്തയിൽ എല്ലാവരും ആഹ്ലാദിക്കുന്നത് കണ്ട് ഇഷർവുഡിന് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി എമ്മയോട് സംസാരിച്ചിട്ട് ഒരു സമാധാനത്തിനു വേണ്ടിയെന്ന പോലെ ഏകാന്തനായി കാട്ടിലൂടെ അങ്ങനെ നടക്കുന്നു. എന്നാൽ ഇരുട്ടി തുടങ്ങിയിട്ടും കാണാത്തതെ തുടർന്ന് എമ്മ തിരക്കി പോകാൻ ഒരുങ്ങുമ്പോൾ ഇതേ സമയം ജീൻ പുറത്ത് തൻ്റെ മകൻ റൌഫിനെ ആലോചിച്ചങ്ങനെ നിൽക്കുവാണ്. ഹെദർമൊത്ത് ലോകപരിചയത്തിനായി പോയിരിക്കുന്നവൻ കുഴപ്പത്തിലൊന്നും ചാടാതെ തിരികെ എത്തണേന്നങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർലി പുകയെടുക്കാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ജീനെ കണ്ടതോടെ ഇരുവരും സംസാരിച്ച് സിഗരറ്റ് നീട്ടുന്നെങ്കിലും മടിക്കുന്നു. പുകവലിയും മദ്യവും ഉപേക്ഷിച്ചിട്ട് അവർ വർഷങ്ങളാകുന്നു. ഒരിക്കൽ കുഞ്ഞിനെ കൊല്ലാൻ വരെ മദ്യം ക്രമാതീതമായി കുടിച്ച അവരുടെ മാനസികാവസ്ഥ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി സിഗരറ്റ് കത്തിക്കുന്നതിന് പിറകെ ചാർലി ജീൻ എന്ന റാപ്പറെക്കുറിച്ച് അയവിറക്കുന്നു. അയാൾക്കും അവരുടെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാം. അങ്ങനെ സംസാരം തുടരുമ്പോൾ ചാർലി മദ്യം ഓഫർ ചെയ്യുന്നെങ്കിലും അവർ അക്കാര്യത്തിൽ ഉറച്ചു തന്നെ. നോ ആൽക്കഹോൾ. എമ്മ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഇഷർവുഡ് ശരീരം മൊത്തം മണ്ണുമൊക്കെയായി തിരികെ വരുന്നത് കണ്ട് ആശ്വാസത്തിലും ദേഷ്യത്തിലും പരിഭവിക്കുന്നു. ആദ്യ പ്രസവത്തിന് ശേഷം നിങ്ങളെക്കുറിച്ച് ഇത്രയും ആവലാതിപ്പെടുന്നത് ഇപ്പോഴാണെന്നും ഇങ്ങനെ ആവശ്യമില്ലാതെ ഡിസ്റ്റർബ്ഡ് ആകാതിരിക്കാനൊക്കെ പറയുന്നു. ഇഷർവുഡ് ഇരുട്ടത്ത് തിരികെ വരാനുള്ള വഴി പിടികിട്ടാതെ പെട്ടുപോയതാണെന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ച് ആ ദിവസം കടന്നു പോകുമ്പോൾ പ്രതീക്ഷയുടെ അടുത്ത പകൽ വെള്ളം എത്തുമെന്ന് പറഞ്ഞ ആ ദിവസം ഡ്രിൽ ആഴത്തിലേക്ക് അങ്ങനെ തുരന്നിരിക്കെ ഒരു സംശയം തോന്നി ചാർലി നിർത്താൻ പറയുകയാണ്. എല്ലാവരും ആ കുഴിയിലേക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കെ അത് ജലം തെറിച്ചു പെയ്യുന്നു. എല്ലാവരും സന്തോഷത്തിൽ ദുന്ദുബിതാന്ന് വിട്ട് സകലരും ആഹ്ലാദിക്കുകയും ആർമാദിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങൾ. ഇഷർവുഡ് ഇത് കണ്ടൊന്ന് അങ്ങനെ നോക്കി നിന്നിട്ട് നേരെ ചാർലിയെ വിളിച്ച് പറയുകയാണ്, വളരെ സന്തോഷം, നന്ദി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വെള്ളം തന്നതിന് പ്രത്യേകപരമായി അത്രയും ദിവസത്തെ താമസവും ആഹാരവും ഒരുക്കി. ഡീലിൽ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനമായ ഇന്ധനവും ആവശ്യമുള്ള വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്ത് വിട്ടോ. ഇത് കേൾക്കുന്ന ചാർലിയുടെ ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന വാക്കുകളിൽ നിന്നും താൻ സംശയിച്ച പോലെ തന്നെ ആയിരിക്കുന്നു എന്നന്തിച്ചു നിൽക്കുന്ന ഇഷർവുഡിൽ ഈ എപ്പിസോഡും തീരുകയായി.